ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് UAE അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇത്തരത്തിലേക്കൊരു ആക്രമണത്തിന്റെ വാർത്ത വീണ്ടും വരുന്നത്. അനുജ, കഴിഞ്ഞ 4 ദിവസം മുൻപ് തന്നെ UAE കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ തങ്ങളല്ല UAE ആക്രമിച്ചത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ UAE ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇറാൻ ആണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് ആക്രമണം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിലൊക്കെ തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ത്യക്കാർക്കടക്കം പരിക്കേറ്റു. ഒപ്പം തന്നെ അതിന് പിന്നാലെ ഈ ഒമാൻ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരേ സമയം ഏതാണ്ട് 3 ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ ആക്രമിച്ചു എന്നുള്ള സ്ഥിരീകരിക്കുന്ന വിവരം പുറത്തുവരുന്നത്. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് 2 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നേരിട്ടതായി UAE അറിയിക്കുന്നുണ്ട്. ഇത് വിജയകരമായി തന്നെ ഈ ഡ്രോൺ ആക്രമണം നേരിട്ടു. ആർക്കും പരിക്കൊന്നുമില്ല എന്ന് UAE സ്ഥിരീകരിച്ചു. UAEയുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ അറിയിക്കുകയാണ്. കുവൈറ്റിലേക്ക് നിരവധി തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. ഈ കഴിഞ്ഞ കാര്യമായ ആക്രമണം നടക്കുന്ന സമയത്ത് കുവൈറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ ആക്രമണവും ഉണ്ടായത്. അതുപോലെ തന്നെ നിരവധി തവണ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഇന്നും ഉണ്ടായി. ഈ ഡ്രോൺ ആക്രമണത്തിൽ ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ചിട്ടുണ്ട്. എന്നാൽ ആ തീപിടുത്തത്തിൽ ആർക്കും അപകടമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കപ്പലുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. എന്തായാലും 3 രാജ്യങ്ങളിലും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പക്ഷേ ആക്രമണം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ ഇറാൻ വലിയൊരു ഭീഷണി ഇന്ന് രാവിലെ ഉന്നയിച്ചിരുന്നത്. അതായത് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാനെ US ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ സഹായിക്കുന്നവരെ തങ്ങൾ ആക്രമിക്കും എന്നുകൂടി ഇറാൻ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നതായിരുന്നു ഇറാന്റെ ഭീഷണി. അപ്പോൾ ആ തരത്തിൽ തന്നെ കാണേണ്ടി വരുന്നു. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ഗൾഫിൽ ഉച്ചയോട് കൂടിയിട്ട് ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലാകും ഈ രാഷ്ട്രങ്ങൾ ഇനി ഇതിനെ പ്രതിരോധിക്കുക, ഒപ്പം തന്നെ എന്തായിരിക്കും അവരുടെ അടുത്ത നീക്കം എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിരിക്കും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.